തുല്യ പ്രാധാന്യമുള്ള രണ്ടോ അതിൽ കൂടുതലോ ക്രിയകളെ ഒരു സെൻറ്റൻസിൽ കൂട്ടിച്ചേർക്കുന്നതിനുള്ള രണ്ട് വേർഡ്സാണ് ആൻഡും ബട്ടും. ആൻഡിന് മലയാളത്തിലെ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. രണ്ടോ അതിൽ കൂടുതലോ നൗൺസിനെയോ അഡ്ജക്റ്റീവ്സിനെയോ വേർബ്സിനെയോ ആൻഡ് കൊണ്ട് ജോയിൻ ചെയ്യാം. എക്സാമ്പിൾസ് നോക്കാം. രാഹുൽ ആൻഡ് റോഷ്നി. രാഹുലും റോഷ്നിയും. ഇവിടെ രണ്ട് നൗൺസ് ആണല്ലേ. ഷി സാങ് ആൻഡ് ഡാൻസ്ഡ്. അവൾ പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്തു. ഇവിടെ രണ്ട് വേർബ്സ് ആണ്. ക്യാൻ യു ഗോ ദർ ആൻഡ് സ്പീക്ക് ടു ദം അബൌട്ട് ദിസ്. നിനക്ക് അവിടെ പോയി അവരോട് ഇതേപ്പറ്റി സംസാരിക്കാമോ? ക്യാൻ യു ഗോ ദർ ആൻഡ് സ്പീക്ക് ടു ദം അബൌട്ട് ദിസ്. ഇവിടെ തുല്യ പ്രാധാന്യമുള്ള രണ്ട് ഐഡിയാസിനെ ആൻഡ് ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം ഒരേപോലെയുള്ള ഐഡിയാസിനെ ജോയിൻ ചെയ്യാനാണ് ആൻഡ് ഉപയോഗിച്ചത്. എന്നാൽ ബട്ട് ഉപയോഗിച്ച് കൂടുതലായും നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഐഡിയാസിനെയാണ്. മലയാളത്തിൽ ബട്ട് എന്ന വേർഡിന് അർത്ഥം പക്ഷേ എന്നാണ്. ഞാൻ എക്സാമ്പിൾ പറയാം. ഐ വെന്റ് ദർ, ഐ കുഡ് നോട്ട് സീ ഹിം. ഐ വെന്റ് ദർ, ഐ കുഡ് നോട്ട് സീ ഹിം. ഞാൻ അവിടെ ചെന്നു, എനിക്ക് അയാളെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടെ ചെന്നു, എനിക്ക് അയാളെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് ഓപ്പോസിറ്റ്സ് ഐഡിയാസ് ആണ്. ഇതിനെ നമുക്ക് ബട്ട് ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്യാം. ഐ വെന്റ് ദെയർ ബട്ട് ഐ കുഡ് നോട്ട് സീ ഹിം. ഐ വെന്റ് ദെയർ ബട്ട് ഐ കുഡ് നോട്ട് സീ ഹിം. ഞാൻ അവിടെ ചെന്നു, പക്ഷേ എനിക്ക് അയാളെ കാണാൻ കഴിഞ്ഞില്ല. ഒരു എക്സാമ്പിൾ കൂടി പറയാം. യു ആർ എ ഗുഡ് മാൻ. യു ഡു നോട്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. യു ആർ എ ഗുഡ് മാൻ. യു ഡു നോട്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. നിങ്ങൾ എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇവിടെയും ഓപ്പോസിറ്റ് ഐഡിയാസ് ആണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ബട്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ യു ആർ എ ഗുഡ് മാൻ ബട്ട് യു ഡു നോട്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, പക്ഷെ നിങ്ങൾ എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ആൻഡ് ബട്ട് എന്നീ വേർഡ്സിനെ കണക്റ്റിംഗ് വേർഡ്സ് അല്ലെങ്കിൽ കൺജങ്ഷൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ആൻഡ് ബട്ട് എന്നീ കണക്റ്റിംഗ് വേർഡ്സിനെ കുറിച്ചാണ്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.